ജർമ്മൻ വിസ തട്ടിപ്പ് കേസിലെ പ്രതി പിടിയിൽ. കോഴിക്കോട് കൂരാച്ചുണ്ട് സ്വദേശി ആൽവിൻ പി ജെയിംസ് ആണ് പിടിയിലായത്. കോട്ടയം ഇടുക്കി സ്വദേശിനികളുടെ പരാതിയിലാണ് നടപടി. ഉപരിപഠനവും ജോലിയും വാഗ്ദാനം ചെയ്ത് 32 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, എപ്പോഴാണ് ഈ പ്രതി പിടിയിലായത്? സ്മൃതി, ഇന്ന് രാവിലെ കൂരാച്ചുണ്ട് വെച്ച് തന്നെയാണ് പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പ്രതി ഒളിവിലായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. നിലവിൽ വീട്ടിലെത്തി രേഖകൾ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് പോലീസ് പിടികൂടുകയായിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. വിശ്വാസവഞ്ചന കാണിച്ചതാണ് കേസ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കും, റിമാൻഡ് ചെയ്യും. കൂരാച്ചുണ്ടിൽ മാത്രമല്ല, സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം പരാതികൾ ഈ ആൽബിനെതിരെ ഉയർന്നിരുന്നു. കാരണം ജർമ്മനിയിലേക്ക് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി വിസ നൽകാമെന്നും അവിടെ ജോലിക്ക് വേണ്ടിയുള്ള വിസ നൽകാമെന്നും പറഞ്ഞുകൊണ്ട് വിവിധ ആളുകളിൽ നിന്ന് പണം തട്ടിയതായിട്ടുള്ള പരാതികൾ ധാരാളമായി വന്നിരുന്നു. ഒപ്പം തന്നെ കോഴിക്കോട് ടൗൺ പോലീസും ആൽബിനെതിരെ കേസെടുത്തിരുന്നു. വ്യാജരേഖ നിർമ്മിച്ചതിനാണ് കേസ്. ഒരു അഭിഭാഷകന്റെ പരാതിയിലാണ് കേസെടുത്തത്. അതായത് വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒരു ആശുപത്രിയുടെ പേരിൽ നിർമ്മിച്ചുവെന്നാണ് കേസ്. അതുകൊണ്ട് ആ കേസിലും വൈകാതെ തന്നെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ 3 കേസുകളാണ് കൂരാച്ചുണ്ട് പോലീസ് എടുത്തത്. അതായത് ഇടുക്കി, കോട്ടയം സ്വദേശിനികളിൽ നിന്ന് 32 ലക്ഷം രൂപയാണ് വാങ്ങിയത്. ജർമ്മനിയിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിയിട്ടും 2 വർഷം കഴിഞ്ഞിട്ടും വിസ നൽകിയില്ല. അതോടുകൂടിയാണ് ഈ യുവതികൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് എത്തുകയും പരാതി നൽകുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ പ്രതിയെ തന്നെ ഇതിനു മുൻപും കോട്ടയം കുമരകം പോലീസ് കാനഡയിലേക്ക് ഡ്രൈവർ ജോലിക്ക് വിസ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ പറ്റിച്ച കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷവുമാണ് പ്രതി തട്ടിപ്പ് തുടർന്നത്. ഏതായാലും വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പേരിൽ നിന്നാണ് ജർമ്മനിയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത ഈ ആൽബിൻ പൈസ വാങ്ങിയിരിക്കുന്നത്. തൊട്ടിൽപ്പാൽ ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളിലും ആൽബിനെതിരെ പരാതി വരികയും ചെയ്തിരുന്നു. സ്മൃതി.